ആത്മാവിന്റെ ഫലങ്ങളുടെ തുടർ പഠനമായി ഇന്ന് നാം ഗ്രഹിക്കാനായി പോകുന്നത് ദയ എന്ന ഫലത്തെക്കുറിച്ചത്രേ. തിന്മയ്ക്ക് നന്മ കൊണ്ട് പ്രതിഫലം നൽകുക. സദൃശ്യവാക്യം 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു. ദയ എന്ന വാക്കിനെ ഗ്രീക്കിൽ ക്രിസ്റ്റോസ് എന്നും ലാറ്റിനിൽ ബനാൻജൈനസ് എന്നും പറയപ്പെടുന്നു. നമ്മളോട് മറ്റുള്ളവർ ദയയോടെ ഇടപെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ ഗുണം എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് ചിന്തിക്കേണ്ടതല്ലോ. മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ആത്മാർത്ഥമായി താല്പര്യം കാണിക്കുന്നത് ദയയിൽ ഉൾപ്പെടുന്നു. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് ആ താല്പര്യം പ്രകടമാകുന്നത്. മര്യാദയുടെ ഒരു മുഖം മൂടി അണിയുന്നതല്ല ദയ. ആഴമായ സ്നേഹവും സഹാനുഭൂതിയുമാണ് യഥാർത്ഥ ദയ കാണിക്കാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നത്. അതിലുപരി ദൈവമക്കളോട് വളർത്തിയെടുക്കാൻ പറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ ഫലത്തിലെ ഒരു ഗുണമാണ് ദയ. ദൈവം എല്ലാവരോടും ദയയുള്ളവനാണ്. നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോട് പോലും ദൈവം ദയ കാണിക്കുന്നു. ദൈവത്തെ അനുകരിച്ചുകൊണ്ട് ഈ അതുല്യമായ ഗുണം പ്രതിഫലിക്കാം. യേശു വളരെയധികം ദയയുള്ള ഒരു മനുഷ്യനായിരുന്നു. യേശു ദയയുള്ളവനായിരുന്നത് കൊണ്ടാണ് ധാരാളം ആളുകൾ യേശുവിനെ അനുഗമിച്ചത്. യേശുവിന് അലിവ് തോന്നിയവർക്ക് ഭക്ഷണം കൊടുക്കുകയും രോഗികളെയും വൈകല്യമുള്ളവരെയും സുഖപ്പെടുത്തി പിതാവിനെ കുറിച്ച് അവരെ പലതും പഠിപ്പിക്കുകയും ചെയ്തു. തന്നെ ആത്മാർത്ഥതയോടെ അന്വേഷിച്ചവരെ യേശു ദയയോടെ സ്വീകരിച്ചു. യേശു മറ്റുള്ളവരെ മനസ്സിലാക്കി വിവേകത്തോടെ അവരോട് ഇടപെട്ടു. അതും യേശുവിൻ്റെ ദയയുടെ തെളിവായിരുന്നു. ദയയിൽ സൽപ്രവൃത്തികൾ ഉൾപ്പെടുന്നു. യഥാർത്ഥ ദയ പ്രകടമാകുന്നത് പ്രവൃത്തിയിലൂടെയാണ്. നല്ല ശമരിയക്കാരന്റെ ദൃഷ്ടാന്ത കഥയിലൂടെയാണ് യേശു അത് വ്യക്തമാക്കിയത്. പ്രവൃത്തികളിലൂടെ മാത്രമല്ല, ചിന്തിച്ചു പറയുന്ന പ്രോത്സാഹനം പകരുന്ന വാക്കുകളിലൂടെയും ദയ കാണിക്കാം. അതുകൊണ്ടാണ് മനുഷ്യന്റെ ഹൃദയത്തിലെ ഉത്കണ്ഠ അവനെ തളർത്തിക്കളയുന്നു, എങ്കിലും ഒരു നല്ല വാക്ക് അവരിൽ സന്തോഷം നിറയ്ക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നത്. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ മനുഷ്യർക്കും ദയ എന്ന ഗുണം വളർത്തിയെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. ദൈവത്തെ പൂർണ്ണമായി പ്രസാദിപ്പിക്കണമെങ്കിൽ ദയ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കണം. അത് നമ്മുടെ ജീവിത രീതിയായിരിക്കണം. എന്നാൽ ഈ ദൈവിക ഗുണം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. എന്തുകൊണ്ട്? ലജ്ജയോ ആത്മവിശ്വാസക്കുറവോ എതിർപ്പോ കാരണം ദയ കാണിക്കാൻ നമ്മൾ മടിച്ചു നിന്നേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയുടെ കണികകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടാകാം. എങ്കിലും ദൈവം ദയ കാണിക്കുന്ന വിധം അനുകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അത്തരം പ്രശ്നങ്ങൾ മറികടക്കാം. ചുരുക്കത്തിൽ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രകടമാകുന്ന ഒരു ഗുണമാണ് ദയ. നമ്മൾ ദയയുള്ളവരാകണമെങ്കിൽ സ്നേഹവാനും ഉദാരമനസ്കനുമായ നമ്മുടെ ദൈവത്തിന്റെ വ്യക്തിത്വം നമ്മൾ പ്രതിഫലിപ്പിക്കുകയാണ് വേണ്ടത്. ദയാലുവായവൻ സ്വന്തം പ്രാണനെ നേടുമെന്ന് വചനം പറയുന്നത് പോലെ നമുക്ക് ഈ നാളുകളിൽ ദയ എന്ന ഫലത്തെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.